ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോ അങ്ങ് പറഞ്ഞു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയെന്നുള്ളത്. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയുമായിരുന്ന രാഷ്ട്രീയ അധികാരം ഇവിടെയുണ്ട്. അന്നൊന്നും സംഭവിച്ചില്ല. നമ്മൾ അടിയന്തരാവസ്ഥക്കെതിരെയൊക്കെ പടപൊരുതിയവരല്ലേ. അങ്ങനെ ഒരു ഇടിച്ചിറക്കലാണ് ഉണ്ടായതെങ്കിൽ ഈ ഇടിച്ചിറക്കൽ എന്നുള്ള ഭാഷയൊക്കെ ഇപ്പോഴും 2020 NEP നടപ്പിലാക്കിയപ്പോൾ എന്താണ് അതിന്റെ CPM റെസ്പോൺസ് എന്ന് പറയുന്ന ആധികാരികമായ പഠനരേഖ ഇപ്പോഴും CPM-ന്റെ സൈറ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അതിലാണ് ഈ ബുൾഡോസിംഗ് എന്നുള്ള വാക്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ അന്ന് ആ എതിർപ്പുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷവും SFIയുടെ നേതാക്കളൊക്കെ പറഞ്ഞത് ഇതിൽ സംബന്ധിച്ച് ആശങ്കയുണ്ടത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്നുള്ളതാണ്. ഒരാശങ്കയും അറിയിച്ചതായി കാണുന്നില്ല. ആകെ ABVP-ക്കാർ പോയി അനുമോദിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. അതെ, നിങ്ങളുടെ താല്പര്യവും ലക്ഷ്യവും എന്താണെന്ന് അറിയാത്ത ആളൊന്നുമല്ല ഞാൻ. ഇങ്ങനെ എന്നെ പരിഹാസനാക്കി ഇരുത്തേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം എത്രത്തോളം ഗവൺമെന്റിനെ പരിഹസിക്കാമോ, പ്രത്യേകിച്ച് പിണറായി വിജയനെ വിമർശിക്കാമോ, അതിനൊക്കെയുള്ള അവസരം സസുഖം കൊടുക്കുക. എന്റെ ഊഴം വരുമ്പോ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ഞാൻ ഏതാണ്ട് നിങ്ങളുടെ ചർച്ചയിലേക്ക് ഇടിച്ചു കയറിയവനെ പോലെ അപഹസിക്കുക. അതിന് ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് വിമർശകർ ഇരിപ്പുണ്ടല്ലോ, കൂടെ ഇരിപ്പുണ്ടല്ലോ. അവരുടെ വിമർശനങ്ങൾ മാത്രം കേട്ട് സൂപ്പിച്ചാൽ മതിയല്ലോ ആൾക്കാരെ. എന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ വെളിയിൽ പോലെ ഇരുത്തുന്നത് ഈ ചർച്ചയിൽ? ഒരാവശ്യമില്ല അതിന്റെ. പിന്നെങ്കിലും താങ്കളുടെ ചോദ്യത്തിന് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മാനസികകത്തുനിന്ന് ഞാൻ മറുപടി പറയാം. ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങളാണ് വിശ്വസിച്ചില്ലെങ്കിലും അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താ, 82 സെൻട്രലൈസ് സ്പോൺസേർഡ് സ്കീം കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് വിവിധ വകുപ്പുകളിൽ. നിങ്ങൾ പറയുന്നത് 81-നും കുഴപ്പമില്ല, 82-ാമത്തെ NEP നടപ്പാക്കുന്നതിന് വലിയ കുഴപ്പമുണ്ട്. അങ്ങനെ ഞാൻ കാണാത്ത ഒരാളാണ്. കാരണം ഈ 82 അംഗീകരിച്ചത് LDF ആണെന്നേ. ആ LDF അംഗീകരിച്ച നയങ്ങളെ മന്ത്രിസഭയിലെ ഓരോ വകുപ്പും നടപ്പാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് പുതിയ നയമാറ്റം ഇല്ല, പുതിയ നയം അംഗീകരിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും തോന്നുമെങ്കിൽ അത് അവരുടെ മാത്രം തോന്നാൻ LDF-ന്റെ ഉത്തരവാദിത്വം അല്ല അത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, 2024 ഡിസംബർ 4 ചേർന്ന ക്യാബിനറ്റിൽ ഈ പ്രശ്നം കൊണ്ടുവന്നു CPI-യുടെ മന്ത്രിമാർ. അതിനുശേഷം 2025 ഏപ്രിൽ 9 ചേർന്ന ക്യാബിനറ്റിൽ ഈ പ്രശ്നം കൊണ്ടുവന്നു CPI-യുടെ മന്ത്രിമാർ. രണ്ടുപേരും ജോസഫ് C. മാത്യു പറഞ്ഞതുപോലെ അജണ്ടയായിട്ടല്ല, ഔട്ട് ഓഫ് അജണ്ടയിലാണ് വരുന്ന ഈ വിഷയം. അതിന് മറുപടി പറഞ്ഞ ചീഫ് സെക്രട്ടറിയാണ് മറുപടി പറഞ്ഞത്. അതൊക്കെ ജോസഫ് C. മാത്യുവിനെ അന്വേഷിച്ച് അറിയാത്ത കാര്യമൊന്നുമല്ല. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ, VS-ന്റെ കാലത്ത് ADB ലോൺ വാങ്ങിച്ചത്. എന്താണ് ശ്രീ ജോസഫ് C. മാത്യു അൺടൈംഡ് ഫണ്ട് വാങ്ങിക്കാം എന്ന് കമ്മിറ്റി തീരുമാനിച്ചത് താങ്കൾക്ക് അറിയാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല കേട്ടോ. അത് മറ്റൊരു കാര്യം. ടൈറ്റ് ഫണ്ട് വാങ്ങിച്ചുകൂടാ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് 2006 തന്നെ. 2006 ടൈറ്റ് ഫണ്ട് വാങ്ങിക്കരുത്, പക്ഷെ അൺടൈറ്റ് ഫണ്ട് വാങ്ങിക്കാം. അങ്ങനെയാണ് ADB ഫണ്ട് വാങ്ങിച്ചത്. അതറിയാൻ വയ്യാത്ത ആളല്ല അന്നത്തെ ജോസഫ് C. മാത്യു. ഇന്നത്തെ ജോസഫ് C. മാത്യുവിന് ബോധപൂർവ്വം മറക്കാം, അത് മറന്നോളൂ. അതൊന്നും ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയാനും തർക്കിക്കാനും വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം ഇത് BJP-യുടെ വർഗീയതയായിട്ട് നിങ്ങൾ ഇടകലർത്തുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നവോദയയുടെ കാര്യം പറഞ്ഞത്. നവോദയ വിദ്യാലയത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അല്ലേ? അവിടെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? വരേണ്യവർഗ വിദ്യാഭ്യാസം എന്ന് വിമർശിച്ചത് പ്രതിപക്ഷ കക്ഷികളാണ് ഇന്ത്യയിലെ. കേരളത്തിലെ അല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ. ആ നവോദയ വിദ്യാലയം കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയാണ്. ഇന്ന് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വിദ്യാഭ്യാസത്തിനെ വർഗീയ തലത്തിൽ വിമർശിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ തന്നെയാണ് അന്ന് വരേണ്യവർഗ വിദ്യാഭ്യാസം എന്നുള്ള പേരിൽ നവോദയ വിദ്യാലയങ്ങളെ വിമർശിച്ചത്. ആ വിമർശനം ഇന്നും മാറ്റിയിട്ടില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്നുള്ളത് മാറ്റിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കുന്നു. അതിനൊന്നും ഒരു തർക്കവും ഇല്ല, പ്രശ്നവുമില്ല. ഇവിടെ പിണറായി വിജയന്റെ തലയിറക്കണം, അതാണല്ലോ പ്രശ്നം. പക്ഷെ അങ്ങനെ തല കിട്ടുന്നില്ല. CPI-യുടെ തർക്കം അതിന് മുന്നണി ബന്ധമാണെന്നേ. അതിനകത്ത് ഗാഠമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ ഗാഠമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെയാണ് നയം വെച്ച് പൊതുനയം രൂപീകരിച്ച് മുന്നണി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. അവിടെ വരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അറിയുകയും ചെയ്യും, പരിഹരിക്കുകയും ചെയ്യും. അത് നാളെ മറ്റന്നാൾ പരിഹരിച്ചോളും. അത് എങ്ങനെ പരിഹരിക്കും? ഇത് ഒപ്പിട്ടതിന് പാടാൻ പറ്റുമോ? ശിവൻകുട്ടി മാറിയെന്ന് പറഞ്ഞില്ലേ? അങ്ങനൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ വരണ്ട, നാമം കെടുത്താനും വരണ്ട. ചെയ്തതിന് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഉത്തരവാദിത്വം എന്താണ്? LDF-ന്റെ പൊതുനയത്തിലാണ് ഈ 82 സെൻട്രലൈസ് സ്പോൺസേർഡ് സ്കീമും കേരള സർക്കാരിലെ വിവിധ വകുപ്പുകൾ അംഗീകരിച്ചിട്ടുള്ളതും ആ പണം വാങ്ങിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അതിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഉണ്ട് 17 പദ്ധതികൾ. പിന്നെ 100%, 60-40 ഈ പല പദ്ധതികളും. 100% പദ്ധതികൾ. ഹലോ,
കേൾക്കാം, എനിക്ക് കേൾക്കാം. അങ്ങ് പറയട്ടെ എന്ന് കരുതുന്നതാണ്. 100% പദ്ധതികളാണ്. ഇടയ്ക്ക് ഷാജിരാഘവൻ പറഞ്ഞല്ലോ, അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞത്. ഞാനത് വിമർശിക്കുകയോട് ചെയ്തുകൊണ്ട് പറയുകയാണ്. 100% സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ് നെല്ല് സംഭരണ പദ്ധതി. എന്നിട്ട് പൈ മുഴുവൻ ആർക്കാണ്? പൈ മുഴുവൻ പിണറായി വിജയന്. എവിടെ പൈസ ചോദിക്കുന്ന ആരാണ്? കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്, BJP-ക്കാർ ചോദിക്കുന്നുണ്ട്, പിന്നെ ബാക്കി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശക പക്ഷങ്ങൾ ചോദിക്കുന്നുണ്ട്, എവിടെ പൈസ? പക്ഷെ 100% സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ് ഈ സ്കീം. ഏത് നെല്ല് സംഭരണ പദ്ധതി പറയില്ല, ആരും പറയില്ല. എവിടെ? ജയചന്ദ്രൻ, ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഒരു ആദ്യ പേജ് അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം എത്രയാണ് എന്ന് കൃത്യമായി എഴുതി കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങ് പറഞ്ഞ ചർച്ചകളിലൂടെയും വാർത്തകളിലൂടെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് അങ്ങേക്ക് ആശങ്ക പറഞ്ഞ അതേ മാധ്യമ സ്ഥാപനം കൃത്യമായി എത്ര പണം കേരളത്തിന് കിട്ടാനുണ്ട് എന്ന് വ്യക്തമായി ഈ പറയുന്ന പരിഹാസ ഭാഷയിലാണെങ്കിൽ വെണ്ടയ്ക്ക നിരത്തി വെച്ചത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ഒന്നാമത്തെ കാര്യം. ഇനി എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, വിമർശനങ്ങളെ മാത്രം കേൾക്കാനാണെങ്കിൽ ഇടതുപക്ഷം ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞെടുത്ത് അങ്ങേ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച്, എനിക്കറിയാം അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഇതിന്റെ സമയക്രമം അടക്കം അതിനനുസരിച്ച് തയ്യാറാക്കിക്കൊണ്ട് ഈ ചർച്ചയിലേക്ക് അങ്ങ് ഇത്ര ബഹുമാനത്തോടെ വിളിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വിമർശിച്ച് പാടിപ്പോകട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, കേൾക്കാത്തത് കൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു. കേൾക്കാത്തത് കൊണ്ട്, അങ്ങ് പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയാണല്ലോ അങ്ങും സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അത് ശരിയാവട്ടെ എന്ന് വിചാരിച്ചത്. ഈ ഔട്ട് ഓഫ് അജണ്ട ആയിട്ടാണ് കൊണ്ടുവന്നത് എങ്കിൽ അത് CPM-ന് വിശദീകരിക്കാൻ കഴിയുന്നതാണ്. ഇത് CPI പറയുകയാണ് അങ്ങനെയല്ല, 2 തവണ കൊണ്ടുവന്നതാണ്, അത് ഡെഫർ ചെയ്തതാണ്. അങ്ങനെയാണ്. ഇതൊന്നും അറിയാത്ത ആളാണോ? എന്തിനാണ് CPI ഇങ്ങനെ പരിഹസിക്കുന്നത്? അവരങ്ങനെയാണ് കൊണ്ടുവന്നതെങ്കിൽ അവർ വീണ്ടും എന്തിനാണ് അവർ അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്? ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. 82-ൽ 81-നും പ്രശ്നമില്ല, ഇതിന് മാത്രമേ പ്രശ്നമുള്ളൂ. ആരാണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്? മാധ്യമങ്ങളാണോ പറഞ്ഞത്? കോൺഗ്രസ് ആണോ പറഞ്ഞത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരോ മറ്റാരെങ്കിലും ആണോ പറഞ്ഞത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അങ്ങേക്ക് ഇനിയും കേൾക്കണോ? ഇത് പ്രശ്നമാണ്, ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് SFI നേതാക്കളടക്കം നാട് മുഴുവനും മൈക്കേട്ടി പറഞ്ഞില്ലേ? ഈ പറഞ്ഞത് വിഴുങ്ങുമ്പോൾ മറ്റുള്ളവരും വിഴുങ്ങണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും PM ശ്രീ മോശമാണ് എന്നോ അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ചാണോ ചർച്ച നടത്തുന്നത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് എന്ന ചോദ്യമല്ലേ വീണ്ടും ചോദിക്കുന്നത്? ആയിക്കോട്ടെ, നിങ്ങളുടെ വിമർശനങ്ങൾക്ക് സ്വാഗതം, സുസ്വാഗതം. അതില് ഞാൻ എപ്പോഴും വിമർശനങ്ങളോട് വിയോജിക്കുന്ന ആളെയല്ല, യോജിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കും എന്റെ വിയോജിപ്പുകൾ പറയാനുള്ള അവസരം നൽകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ ഹംബിൾ റിക്വസ്റ്റ്. അല്ലാതെ മറ്റുള്ളവർ വിമർശിക്കുന്നവരോട് വിയോജിക്കുന്ന ആളെ അല്ല ഞാൻ. എന്തിനാണ് ഞാൻ വിയോജിക്കേണ്ടത്? അത് താങ്കൾക്കും അറിയണമല്ലോ. അത്രയും വിയോജിപ്പുള്ള ആളെ അല്ല ഞാൻ. പക്ഷേ അത് തുല്യ അവസരത്തിനുള്ള അവകാശം എനിക്ക് കൊണ്ടൊരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ അല്ല, അത് കുറച്ചുകൂടി വ്യക്തമായി പറയാനുള്ള അവസരം അങ്ങേക്ക് ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചർച്ചയുടെ ഇടവേളയ്ക്ക് പോകുമ്പോഴും പറഞ്ഞു അങ്ങേക്കാണ് സമയം കുറവ് കിട്ടിയത്, അത് പരിഹരിക്കാൻ മറ്റുള്ളവർ സഹകരിക്കണം എന്ന് കൂടി പറഞ്ഞു. അങ്ങ് അത്തരം തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തരുത് എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു.